വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജേർണൽസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന്. ഈ ജേർണൽ മേക്കിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ജേർണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാമ്പ്സ് ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഹോം മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ ജേർണലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാമ്പ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു A4 ഷീറ്റ് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം നമ്മുടെ A4 ഷീറ്റിൻ്റെ നീളം തന്നെയാണ്. വീതി ഞാൻ 4 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൽ 5 സെൻറ്റിമീറ്റർ നീളമൊന്ന് അടിയടപ്പെടുത്തി കൊടുക്കുക. ആ പേപ്പറിൽ തന്നെ ആ മടക്കിയ ഭാഗത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് പേപ്പേഴ്സ് ഫുള്ളും നമ്മൾ ഈ സെയിം സൈസിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഫോൾഡ് ചെയ്ത പേപ്പർ ആയിരിക്കും നമ്മളെ കയ്യിലുണ്ടായിരിക്കുക. അതിൽ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തത് തുറക്കാതെ തന്നെ നമുക്കതിൽ 4 സൈഡിൽ സിഗ്സാക്ക് ടൈപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. 4 സൈഡിലും സെയിം ഡിസൈനിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇതുപോലായിരിക്കും കിട്ടുന്നത്, ഒരു സ്റ്റാമ്പിൻ്റെ മോഡലിൽ. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോർഡർ വരച്ച് കൊടുക്കണം. അതിനായി ഞാൻ ബ്ലാക്ക് ജെൽ പെന്നാണ് എടുത്തിട്ടുള്ളത്. ജെൽ പെൻ ഇല്ലെങ്കിൽ നോർമൽ പെന്നായാലും മതി. ബ്ലാക്ക് ആയിരിക്കും ഒന്നും കൂടി ഭംഗി ഉണ്ടായിരിക്കുക. നമ്മൾ ഓരോ പേപ്പറിൻ്റെ 4 ഭാഗത്തും ഈ ജെൽ പെൻ കൊണ്ടൊന്ന് ബോർഡർ വരച്ച് കൊടുക്കണം. കുറച്ച് ഭാഗം വിട്ടിട്ട് മാത്രം വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ച് കൊടുക്കുക. നമുക്ക് ഏത് പിക്ചേഴ്സാണോ ആവശ്യം അത് വരച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കളർ ചെയ്തിട്ടെടുക്കണം. നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കളർ ചെയ്തതിൻ്റെ മുകളിൽ കൂടി ഞാൻ ജെൽ പെന്നോണ്ടൊരു ബോർഡറും കൂടെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് കളർ ചെയ്തിട്ടെടുക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിത്രങ്ങൾ നന്നായിട്ട് വരക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വരക്കാം. ഡയറക്റ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഫോട്ടോ കോപ്പി ആപ്പ് വഴി സ്കെച്ച് ചെയ്തിട്ടെടുത്തതാണ്. നിങ്ങൾക്ക് വരക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും സ്കെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ നീറ്റായിട്ട് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് പിക്ചേഴ്സൊക്കെ വരച്ച് കളർ ചെയ്തിട്ടുള്ളത്. ഞാനിനി ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് കുറച്ച് ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ വൈറ്റ് A4 തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് കളർ ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഒന്നും കൂടെ ഭംഗിയായിരിക്കും കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ഈ 2 മോഡലാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെയ്ത മോഡലിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടമായത് അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ലൈക്കും കമൻറ്റും ഇടണം. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ടൈമുള്ളപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം.
ഞാനിപ്പോൾ രണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഭാഗം എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിക്കി നോട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ശരിക്കും നമുക്ക് ഒറിജിനൽ സ്റ്റാമ്പ് പോലെ തന്നെ തോന്നും. എന്നിട്ട് ബാക്ക് സൈഡിൽ ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത്രയും സിമ്പിളാണ്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഏതെങ്കിലും ഒരു ബോക്സിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് നാശാവാതെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.